ഒരു കോക്രോച്ചിൻ്റെ പേരിലൊരു പാർട്ടി ഏതാനും ദിവസങ്ങളുള്ളിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ്. സോഷ്യൽ മീഡിയ മുഴുവൻ ഇതിൻ്റെ ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു തമാശയാണോ, അതോ ഇന്ത്യയിലെ യുവാക്കളുടെ പ്രതിഷേധത്തിൻ്റെ പുതിയ മുഖമോ? ഇന്ന് നമുക്ക് വീഡിയോയിലൂടെ അറിയാം കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJPയുടെ കഥ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, എക്സ് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ മുഴുവൻ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വൈറലായി കൊണ്ടിരിക്കുന്ന പേരുകളിൽ ഒന്ന് കോക്രോച്ച് ജനതാ പാർട്ടിയാണ് കേട്ടോ. എല്ലായിടത്തും ഇപ്പോൾ ഈ പേരാണ് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്താണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി? എങ്ങനെയാണത് ആരംഭിച്ചത്? സോ നമുക്ക് നോക്കാം. റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സൂര്യകാന്ത് നടത്തിയതായി സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ച ഒരു വിവാദ പരാമർശമാണ് ഈ പ്രസ്താവനത്തിൻ്റെ തുടക്കത്തിന് കാരണമായത്. സോഷ്യൽ മീഡിയയിൽ സജീവമായി തൊഴിലാളിത്ത യുവാക്കളെ കോക്രോച്ചസ് എന്നും സിസ്റ്റത്തെ ആക്രമിക്കുന്ന പരാന്നഭോജികൾ എന്നും വിശേഷിപ്പിച്ചു എന്ന അവകാശവാദം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചു. ഈ പരാമർശം ശരിക്കും അങ്ങനെ പറഞ്ഞതാണോ എന്നൊരു കാര്യത്തിലും പലവിധ ചർച്ചകൾ ഉണ്ടായിരുന്നെങ്കിലും സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾ ഇത് ഏറ്റെടുത്ത രീതി ശ്രദ്ധേയമായി മാറി. സാധാരണയായി ഇത്തരമൊരു പരാമർശം ആളുകളെ അസ്വസ്ഥരാകുമായിരുന്നു. പക്ഷെ ഇവിടെ സംഭവിച്ചത് നേരെ ഓപ്പോസിറ്റായി. എങ്ങനെ? യുവാക്കൾ ആ വാക്കിനെ അപമാനമായി കാണാതെ ഒരു പ്രതിരോധ ചിഹ്നമായി ഏറ്റെടുത്ത്, അതെ, ഞങ്ങൾ കോക്രോച്ചുകളാണ്, ഞങ്ങൾ അവഗണിക്കാം പക്ഷെ ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന സന്തോഷത്തോടെ CJP അഥവാ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പ്രസ്ഥാനം തുടക്കം കുറിച്ച്. ഈ വൈറൽ പ്രസ്ഥാനത്തെ പ്രധാന മുഖമായി അറിയപ്പെടുന്ന അഭിജിത്ത് ദീപ്കെ എന്ന വ്യക്തിയാണ് കേട്ടോ. സോഷ്യൽ മീഡിയകളിൽ നമുക്കൊരിതം അറിയുന്ന ആൾ തന്നെയാണ്. വളരെ സജീവമായ രാഷ്ട്രീയ സംവിധാനങ്ങളെയും വിമർശനങ്ങളെയും ഹാസ്യരൂപത്തിൽ അവതരിപ്പിച്ചെന്ന ഒരു വ്യക്തി കൂടിയാണ്. അങ്ങനെ ഒരുപാട് ശ്രദ്ധ നേടിയിട്ടുമുണ്ട്. എന്തുകൊണ്ട് ആളുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു? എന്തുകൊണ്ട് ഇത്ര ഫോളോവേഴ്സ് കൂടി? ഇതൊരു പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടിയല്ല, മറിച്ചൊരു സറ്റാറിക്കൽ പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് എന്നാണ് ഈ പറയാം. എന്നാൽ അതിൻ്റെ പിന്നിൽ ഗൗരവമുള്ള ചില വിഷയങ്ങളുമുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടത് യുവാക്കളുടെ തൊഴിലില്ലായ്മയാണ്. പഠനം പൂർത്തിയാക്കിയിട്ടും ജോലി ലഭിക്കാത്ത അവസ്ഥ, മത്സര പരീക്ഷയുടെ കടുത്ത സമ്മർദ്ദം, സാധാരണ ജനങ്ങളുടെ ജീവിതവും ചില രാഷ്ട്രീയ നേതാക്കളുടെ ആഡംബര ജീവിത ശൈലിയും തമ്മിലുള്ള വലിയ അന്തരം. ഇത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം CJP ഹാസ്യരൂപത്തിൽ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യത്തിൽ വെറും മീമായി ഒതുങ്ങിയ ഈ പ്രസ്ഥാനം വളരെ ഇതിൽ വലിയൊരു പിന്തുണ നേടി. നമ്മൾ വളരെ ചെറിയ ദിവസങ്ങളിൽ ലക്ഷക്കണക്കിന് ദശലക്ഷം ആളുകളിലേക്ക് ഈ ആശയം എത്തിക്കഴിഞ്ഞു തന്നെ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഏകദേശം ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും ഏകദേശം 10 മില്യൺ ഫോളോവേഴ്സ് അല്ലെങ്കിൽ അതിന് അപ്പുറം എത്തിയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ എത്തിക്കഴിഞ്ഞ ഒരു വൈറൽ ഡിജിറ്റൽ പ്രസ്ഥാനമായി CJP മാറിക്കഴിഞ്ഞു. പക്ഷെ അതിൽ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, വൈറൽ പോസ്റ്റുകളിലും ഒഫീഷ്യൽ പ്രസ്ഥാനങ്ങളിലും കോക്രോച്ച് ജനതാ പാർട്ടി 5 പ്രധാന ആവശ്യങ്ങൾ, 5 മാനിഫെസ്റ്റോ അല്ലെങ്കിൽ 5 അജണ്ട അവർ മുന്നിൽ വയ്ക്കുന്നുണ്ട്. അത് ഏതൊക്കെയെന്ന് വെച്ചാൽ,
മാധ്യമ സ്വാതന്ത്ര്യം ശക്തിപ്പെടുത്തുക, വോട്ടിംഗ് സംവിധാനത്തിൽ കൂടുതൽ സുതാര്യതയും സുരക്ഷയും ഉറപ്പാക്കുക, ജനാധിപത്യ സ്ഥാപനങ്ങളുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുക, സാധാരണ ജനങ്ങളുടെ ശബ്ദത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകുക, അവരുടെ ശബ്ദത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുക. ലാസ്റ്റ് അവർ പറയുന്നത് വിരമിച്ച ജഡ്ജിമാർക്ക് രാഷ്ട്രീയ നിയമനങ്ങൾ നൽകുന്ന പ്രവണത അവസാനിപ്പിക്കുക. ഇതൊക്കെയാണ് വളരെ വ്യക്തമായിട്ട് അവരിത് പറയുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഏറ്റവും വലിയ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, കോക്രോച്ച് ജനതാ പാർട്ടി ഭാവിയിൽ ഒരു യഥാർത്ഥ രാഷ്ട്രീയ പാർട്ടിയായി മാറുമോ, അതോ ഇത് ഒരു വൈറൽ സോഷ്യൽ മീഡിയ പ്രസ്ഥാനം മാത്രമായി തുടരുമോ എന്നുള്ളതാണ്. അതിനുത്തരം നമുക്ക് പോകെ നമുക്കറിയാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് കേട്ടോ, ഒരു അപമാനമായി ഉദ്ദേശിക്കപ്പെട്ട വാക്കിനെ ലക്ഷക്കണക്കിന് ആളുകൾ ഒരു പ്രതിരോധ ചിഹ്നമായി മാറ്റിക്കഴിഞ്ഞു, അല്ലെങ്കിൽ മാറ്റിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഓൺലൈൻ പ്രസ്ഥാനങ്ങളിൽ ഒന്നായി മാറി. വെറും ദിവസങ്ങൾക്കുള്ളിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. വരും ദിവസങ്ങളിൽ നമുക്കത് മനസ്സിലാവും. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താ? കോക്രോച്ച് ജനതാ പാർട്ടി വെറും ഒരു തമാശയാണോ, അതോ ഇന്നത്തെ യുവാക്കളുടെ യഥാർത്ഥ നിരാശയുടെ പ്രതിഷേധമോ? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക.